കോട്ടയം ഗിരിദീപം കോളേജിലെ ഹോസ്റ്റലിൽ സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമായ റാഗിങ്ങിന് ഇരയായി +1 വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. ബ്രോ എന്ന് വിളിച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. മൂക്കിന് സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥിയെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രി 8:30 സംഭവം. റാഗിങ്ങിന് ഇരയായ വിദ്യാർത്ഥി സഹപാഠിയുടെ ഫോണിൽ നിന്ന് വിദേശത്തുള്ള തന്റെ പിതാവിനെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടിലെത്തിയ പിതാവാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. ഹോസ്റ്റലിൽ വെച്ച് തന്റെ മകനെ ബാത്റൂമിൽ കൊണ്ടുപോയി സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പിതാവ് ആരോപിച്ചു. ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ അനാസ്ഥയാണ് ഇത്തരമൊരു സംഭവം നടക്കാൻ കാരണമെന്ന് പിതാവ് ആരോപിച്ചു. മർദ്ദനം നടന്ന സമയത്ത് ഹോസ്റ്റലിൽ കാര്യമായ മേൽനോട്ടം ഉണ്ടായിരുന്നില്ലെന്നും ആരോപണമുണ്ട്. ബ്രോ എന്ന് വിളിച്ചതിന്റെ പേരിലാണ് +2 വിദ്യാർത്ഥികൾ +1 വിദ്യാർത്ഥിയെ മർദ്ദിച്ചത്. സംഭവത്തിൽ മർദ്ദിച്ച വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തതായി സ്കൂൾ അധികൃതർ അറിയിച്ചു. എന്നാൽ മർദ്ദനമേറ്റതിനെ തുടർന്ന് കൃത്യമായ വിവരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിരുന്നില്ലെന്നാണ് സ്കൂൾ പ്രിൻസിപ്പൽ തോമസ് സത്യൻ പ്രതികരിച്ചത്. വിവരം അറിഞ്ഞ ഉടൻ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മൂക്കിന് ഗുരുതര പരിക്കുണ്ടെന്ന് അറിയില്ലായിരുന്നെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. സംഭവം കോളേജിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഹോസ്റ്റൽ അധികൃതർക്ക് വലിയ വീഴ്ച സംഭവിച്ചുവെന്ന ആരോപണം ശക്തമാണ്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് വിദ്യാർത്ഥി സംഘടനകളും രക്ഷിതാക്കളും ആവശ്യപ്പെട്ടു. ഈ സംഭവം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റാഗിങ്ങിന്റെ ഗൗരവം വീണ്ടും ചർച്ചാ വിഷയമാക്കി മാറ്റിയിരിക്കുകയാണ്. പലപ്പോഴും നിസ്സാര കാരണങ്ങളുടെ പേരിലാണ് ജൂനിയർ വിദ്യാർത്ഥികൾ സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരതയ്ക്ക് ഇരയാകുന്നത്. വിദ്യാർത്ഥികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ഗുരുതരമായി ബാധിക്കുന്ന ഇത്തരം പ്രവൃത്തികൾക്കെതിരെ കർശന നിയമങ്ങൾ ഉണ്ടായിട്ടും അവ ഫലപ്രദമായി നടപ്പിലാക്കുന്നില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഹോസ്റ്റലിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ ജീവനക്കാരെ നിയമിക്കണമെന്നും ആവശ്യമുയരുന്നു. ഈ സംഭവത്തെ തുടർന്ന് വിദ്യാർത്ഥികൾക്കിടയിലും രക്ഷിതാക്കൾക്കിടയിലും വലിയ ആശങ്ക പടർന്നിരിക്കുകയാണ്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മർദ്ദനം നടത്തിയ വിദ്യാർത്ഥികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഹോസ്റ്റലുകളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് പോലീസ് അധികൃതർ വ്യക്തമാക്കി. റാഗിംഗ് വിരുദ്ധ നിയമങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കോളേജ് അധികൃതർ കർശന നടപടിയെടുക്കണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. റാഗിങ്ങിനെതിരെ വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാനും സ്കൂളുകളിൽ കൗൺസിലിംഗ് സംവിധാനം ഒരുക്കാനും ശ്രദ്ധിക്കണം. ഈ സംഭവം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ വലിയൊരു പോരായ്മയാണെന്ന് ചൂണ്ടിക്കാട്ടുന്നു. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും റാഗിംഗ് പോലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിലും അധികൃതർ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. വിദ്യാർത്ഥിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഹോസ്റ്റലിൽ നടന്ന സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പോലീസ് ഹോസ്റ്റലിലെ മറ്റ് വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ചോദ്യം ചെയ്യും. സംഭവം നടക്കുമ്പോൾ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മറ്റു വിദ്യാർത്ഥികളുടെ മൊഴികളും നിർണായകമാകും. വിദ്യാർത്ഥിയുടെ ആരോഗ്യനില തൃപ്തികരമാണെങ്കിലും മാനസികമായ വലിയ ആഘാതമേറ്റതായി ഡോക്ടർമാർ അറിയിച്ചു. റാഗിങ്ങിന് ഇരയാകുന്ന വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് നൽകേണ്ടത് അത്യാവശ്യമാണെന്നും മാനസിക പിന്തുണ നൽകേണ്ടത് പ്രധാനമാണെന്നും ഡോക്ടർമാർ പറയുന്നു. ഗിരിദീപം കോളേജിന്റെ ഹോസ്റ്റലിൽ നടന്ന ഈ സംഭവം കോളേജ് അധികൃതർക്ക് വലിയൊരു വെല്ലുവിളിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കോളേജിന്റെ പ്രതിച്ഛായ നിലനിർത്തുന്നതിനും വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കൂടുതൽ കർശന നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. സംഭവം കേരളത്തിലെ മറ്റു കോളേജുകൾക്കും ഹോസ്റ്റലുകൾക്കും ഒരു പാഠമാകേണ്ടതാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളുടെ സുരക്ഷിത താവളമായിരിക്കണം, അല്ലാതെ റാഗിംഗ് പോലുള്ള അക്രമങ്ങൾക്ക് വേദിയാകരുത്. രക്ഷിതാക്കൾക്കും സർക്കാരിനും വലിയ ഉത്തരവാദിത്തമുണ്ട്. റാഗിംഗ് ഒരു ക്രിമിനൽ കുറ്റമാണെന്ന് വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുകയും റാഗിങ്ങിൽ ഏർപ്പെടുന്നവർക്ക് ശക്തമായ ശിക്ഷ ഉറപ്പാക്കുകയും വേണം. അതുപോലെ റാഗിംഗ് നേരിടേണ്ടി വരുന്ന വിദ്യാർത്ഥികൾക്ക് പരാതി നൽകാൻ എളുപ്പത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. ഈ സംഭവത്തിൽ നീതി ഉറപ്പാക്കുമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകണം. റാഗിംഗ് പോലുള്ള വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാനും ആരോഗ്യപരമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കാനും ഇത് സഹായിക്കും. ഈ സംഭവത്തിന്റെ പേരിൽ ഗിരിദീപം കോളേജിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ വസ്തുനിഷ്ഠമായി അന്വേഷിക്കേണ്ടതും അതിൽ കഴമ്പുണ്ടെങ്കിൽ ശക്തമായ നടപടിയെടുക്കേണ്ടതും നീതിയുടെ ഭാഗമാണ്. വിദ്യാർത്ഥിയുടെ പിതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവതരമാണ്. ഹോസ്റ്റൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ അനാസ്ഥയുണ്ടായെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഈ ആരോപണങ്ങൾ ശരിയാണെങ്കിൽ അത് തിരുത്തേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കേണ്ടതും വിദ്യാർത്ഥികൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കേണ്ടതും അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. സംഭവം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിലും റാഗിങ്ങിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നു. ഈ സംഭവത്തിന്റെ പേരിൽ ഗിരിദീപം കോളേജിന് വലിയൊരു പ്രതിസന്ധിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും റാഗിങ്ങിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത്രയും വലിയൊരു സംഭവം നടന്നിട്ടും ഹോസ്റ്റൽ ജീവനക്കാർക്ക് അറിയാൻ കഴിഞ്ഞില്ല എന്നത് വിശ്വസിക്കാൻ പ്രയാസകരമാണ്. ഇത് ഹോസ്റ്റലിലെ മേൽനോട്ടത്തിലുള്ള ഗുരുതരമായ വീഴ്ചയെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്തുകയും കൃത്യമായ വിവരങ്ങൾ രക്ഷിതാക്കളെയും അധികൃതരെയും അറിയിക്കുകയും ചെയ്യേണ്ടത് ഹോസ്റ്റൽ അധികൃതരുടെ ഉത്തരവാദിത്തമാണ്. മർദ്ദനമേറ്റ വിദ്യാർത്ഥിക്ക് നീതി ലഭിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ എടുക്കുമെന്നും ഉറപ്പാക്കേണ്ടത് സമൂഹത്തിന്റെയും അധികൃതരുടെയും ഉത്തരവാദിത്തമാണ്.
ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും റാഗിങ്ങിനെതിരെ ജാഗ്രത പുലർത്തേണ്ടതും കർശന നടപടികൾ സ്വീകരിക്കേണ്ടതും അത്യാവശ്യമാണ്.